ആനയുടെയും തയ്യൽക്കാരന്റെയും കഥ പറയട്ടെ. നാട്ടിൽ എല്ലാവരുടെയും പ്രിയങ്കരനായ കുട്ടി ഗണേശൻ അമ്പലത്തിലെ ആനയാണ് കേട്ടോ. നല്ല തലയെടുപ്പും ഗാംഭീര്യവും ഒക്കെയുള്ള അവൻ തികച്ചും ശാന്തശീലനായിരുന്നു. കൊച്ചു കുട്ടികളോട് പോലും വലിയ ചങ്ങാത്തവും. മുതിർന്ന ആളുകൾക്ക് ഒരു കുഞ്ഞിനോടെന്ന പോലത്തെ വാത്സല്യം അവനോടുണ്ടായിരുന്നു. അവരിൽ പലരും അമ്പലത്തിൽ വരുമ്പോൾ കുട്ടി ഗണേശന് വേണ്ടി ഒരു ചെറിയ പഴമോ ഒരുണ്ട ശർക്കരയോ ഒരു കരിമ്പിൻ കഷ്ണമോ ഒക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഒപ്പം അവന്റെ തുമ്പിക്കൈയിൽ ഒരു ചെറിയ തലോടലും. സന്തോഷമായിരുന്നു കുട്ടി ഗണേശന്. കിട്ടുന്നതിന്റെ അളവിലല്ല, തന്നെ ഒന്ന് സ്നേഹിക്കുന്നു എന്നതിലാണ് അവന് സന്തോഷം. ഇക്കാര്യത്തിൽ അവന് ചില ശീലങ്ങളും ഉണ്ടായിരുന്നു. ദിവസവും കുളിക്കാൻ പോകുന്ന വഴിക്കായിരുന്നു നാണുവാശാന്റെ തയ്യൽക്കട. കുളിക്കാൻ കടവിലേക്ക് പോകുമ്പോൾ ദിവസേന നാണുവാശാൻ അവന് ഒരു പഴം നൽകുന്ന ശീലമുണ്ടായിരുന്നു. കടയുടെ പുറത്ത് കുട്ടി ഗണേശൻ വന്നു നിന്ന് തന്റെ തുമ്പിക്കൈ തയ്യൽ മെഷീന്റെ മുമ്പിലിരിക്കുന്ന നാണുവാശാന്റെ മുന്നിലേക്ക് നീട്ടും. നാണുവേട്ടൻ ഒരു പഴവും കൊടുത്ത് ഒപ്പം ഒരു തഴുകലും അവന്റെ തുമ്പിക്കൈയിൽ നൽകും. അവന് സന്തോഷമാവും. നാണുവാശാൻ തിരക്കിലാണെങ്കിൽ ഒന്ന് കാത്തു നിൽക്കാനും കുട്ടി ഗണേശൻ തയ്യാർ. പക്ഷെ ഒരിക്കലും അവൻ അങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. അന്നും കുളിക്കാനായി പോകുന്ന വഴിക്ക് അവൻ നാണുവാശാന്റെ കടയുടെ മുന്നിൽ നിന്നു ഉള്ളിലേക്ക് തുമ്പിക്കൈ നീട്ടി, അവന്റെ പതിവ് സമ്മാനത്തിനായി. അന്ന് പക്ഷേ നാണുവേട്ടനൊരു കുസൃതി തോന്നി. പഴം നൽകുന്നതിന് പകരം അയാൾ അവന്റെ തുമ്പിക്കൈയിൽ സൂചി കൊണ്ട് ചെറുതായി ഒരു കുത്തു കൊടുത്തു. സ്നേഹത്തോടെയുള്ള ഒരു തഴുകൽ പ്രതീക്ഷിച്ച കുട്ടി ഗണേശന് അത് വലിയ സങ്കടമുണ്ടാക്കി. അവൻ വിഷമത്തോടെ തുമ്പിക്കൈ പിൻവലിച്ച് പാപ്പാനോടൊപ്പം കുളിക്കടവിലേക്ക് നടന്നു. കുളിക്കുമ്പോഴും അവന് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല. തിരികെ വരും വഴി അവൻ തന്റെ തുമ്പിക്കൈയിൽ നിറയെ വെള്ളമെടുത്തുകൊണ്ടുവന്നു. നാണുവേട്ടന്റെ തയ്യൽക്കടയുടെ മുന്നിൽ ഒന്ന് നിന്നു. നാണുവേട്ടൻ അപ്പോഴും അവനെ ഒരു പരിഹാസ ചിരിയോടെ നോക്കി. കുട്ടി ഗണേശൻ തന്റെ തുമ്പിക്കൈ കടയുടെ ഉള്ളിലേക്ക് നീട്ടി. വീണ്ടും കൊതിമൂത്ത് പഴത്തിനായി തുമ്പിക്കൈ നീട്ടുകയാണെന്ന് കരുതിയ നാണുവേട്ടൻ ഉച്ചത്തിൽ ഒരു പരിഹാസച്ചിരി ചിരിച്ചു. ഉടനെ തന്നെ കുട്ടി ഗണേശൻ തന്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന വെള്ളം മുഴുവനും നാണുവാശാന്റെ ദേഹത്തും കടയിലെ തുണികളിലേക്കും ചീറ്റി. ആകെ നനഞ്ഞു കുളിച്ച അയാൾ തന്റെ തെറ്റ് മനസ്സിലാക്കി തല താഴ്ത്തിയിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ കുട്ടി ഗണേശൻ നടന്നകന്നു. ഇതിൽ നിന്ന് എന്റെ കുഞ്ഞുമക്കൾക്ക് എന്ത് മനസ്സിലായി? നമ്മളെപ്പോലെ തന്നെ എല്ലാ ജീവികളും സ്നേഹം വളരെയേറെ വിലമതിക്കുന്നു.